ഹലോ വെൽക്കം ബാക്ക് ടു കാഡോ സ്റ്റുഡിയോ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു CNC മോഡൽ എങ്ങനെ 3D ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജ് വന്നതാണ് ആക്ച്വലി അത്. സോ ഈ ഒരു CNC ഇങ്ങനെയാണ് വന്നത് എനിക്ക്. സോ ഇതിൽ അവർ ചോദിച്ചുള്ളത് ഇതുപോലത്തെ 3D എങ്ങനെ ചെയ്യാമെന്നാണ് ചോദിച്ചുള്ളത്. സോ ഞാനത് ആളോട് പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാമെന്നാണ്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ CNC എന്തെങ്കിലും ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ പാറ്റേൺ ഒന്ന് നിങ്ങൾ ശ്രമിച്ച് നോക്കൂ. സോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്ത് നോക്കാം. മാനുവലായിട്ടും ചെയ്ത് നോക്കാം, അതുപോലെ AI വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ AI ആകുമ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. സക്സസ് ആകുമെന്നുള്ളത് സംശയമാണ്. എന്തായാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. കൂടാണ്ട് നമ്മളിത് ബ്ലെൻഡറിലും ചെയ്ത് നോക്കുന്നുണ്ട്, സ്കെച്ചപ്പിലും ചെയ്ത് നോക്കുന്നുണ്ട്. സ്കെച്ചപ്പിലേക്കും ഇമ്പോർട്ട് ചെയ്ത് നോക്കാം, അതല്ലെങ്കിൽ സ്കെച്ചപ്പിലേക്ക് സ്കെച്ചപ്പ് വഴി നമുക്കൊന്ന് മോഡൽ ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യം ബ്ലെൻഡർ രീതിക്കാണ് ചെയ്യുന്നത്. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഈ ചോദിച്ച ആളുടെ എനിക്ക് തന്ന റെഫറൻസ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാനത് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തു. നമ്മുടെ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് സെർച്ച് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഗൂഗിൾ ലെൻസ് വെച്ച് സെർച്ച് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഈ ഫോട്ടോ കിട്ടിയത്. സോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് തന്ന ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് നമ്മുടെ ഗൂഗിൾ സെർച്ചിൽ പോയിട്ടൊന്ന് അവിടെ പേസ്റ്റ് ചെയ്യുക, സെർച്ചിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് ആ ഫോട്ടോക്കനുസരിച്ച് എന്ത് ചെയ്യാം, CNC ഡിസൈൻസ് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ഫ്രണ്ട് ഫേസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. സോ ഇതൊക്കെ ഒരു സൈഡിലേക്കാണ്. ഈ ഫോട്ടോ കുഴപ്പമില്ല, പക്ഷെ ഇത് നമുക്ക് ഒന്നുകൂടി ക്വാളിറ്റി ഉള്ളത് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫൈനലി കിട്ടിയ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആ ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. ഈ ഫോട്ടോ ആണ് ഞാൻ ലാസ്റ്റ് ഫൈനലി എനിക്ക് വർക്കിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച ഫയൽ ഇതാണ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ഇതിന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ക്സ്കേപ്പ് ആണ്. അപ്പോൾ ഇല്ലസ്ട്രേറ്ററോ അതുപോലത്തെ സോഫ്റ്റ്വെയർസിലൊക്കെ ട്രേസ് ചെയ്യാം. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇങ്ക്സ്കേപ്പ്. അത് ബേസിക്കലി ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. സോ ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആണ്. സോ അതുകൊണ്ട് ഈ ഫോട്ടോ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ ഇങ്ക്സ്കേപ്പ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ക്സ്കേപ്പ് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താക്കിയാൽ മതി ഇങ്ക്സ്കേപ്പ് എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു ന്യൂ ഫയലായിട്ട് ഓപ്പൺ ചെയ്യാം. ന്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റെസൊല്യൂഷൻ ചോദിക്കും ഫസ്റ്റ് ടൈം. സോ നിങ്ങൾക്ക് ഞാൻ ന്യൂ ഫ്രം ടെംപ്ലേറ്റ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ റെസൊല്യൂഷൻസ് ചോദിക്കുകയാണെങ്കിൽ പ്രിന്റ് പലതും ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ സൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പലതും ചൂസ് ചെയ്യാം. എനിവേ ഞാൻ എൻ്റെ സ്ക്രീൻ സൈസിനനുസരിച്ച് അല്ലെങ്കിൽ 2K യൂസ് ചെയ്യാം. വട്ടവർ നമ്മളൊരു റെസൊല്യൂഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം ഫോട്ടോ. അതിനു മുന്നേ നിങ്ങളിൽ ട്രേസ് ബിറ്റ് മാപ്പ് പറഞ്ഞ ഈ ഒരു സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ, എക്സ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഒരുപക്ഷെ ഇവിടെ ഫ്രീ ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ആ സമയം നിങ്ങൾ ഒബ്ജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ, പാത്തിൽ വന്നു കഴിഞ്ഞാൽ ട്രേസ് ബിറ്റ് മാപ്പ് പറഞ്ഞ സംഭവം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ ഈ ട്രേസ് ബിറ്റ് മാപ്പ് പറഞ്ഞ സംഭവം വരും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. ഓപ്പൺ ഓർ ഇമ്പോർട്ട് കൊടുത്തേക്കാം. ഇമ്പോർട്ടാണ് കൊടുക്കേണ്ടത്. സോ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഡൗൺലോഡ്സിൽ ഞാൻ യൂട്യൂബ് പറഞ്ഞ ഫോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 2G ഇസ്ലാമിക് ആണ്, 2G ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഫെയിൽ ടു ലോഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫെയിൽ ടു ലോഡ് എന്ന് കാണിച്ചെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ ഒന്നുകൂടി പോയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, ഒരു ക്രോപ്പ് ചെയ്ത് നോക്കുകയാണ്.
ക്രോപ്പ് ഫ്രീ ആയിട്ടൊരു ക്രോപ്പ് ചെയ്യാണ്. ഓക്കെ, സേവ് കൊടുക്കാം. ക്രോപ്പ് ഇമേജ് സേവ് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ക്രോപ്പ് ആയിട്ടല്ലേ? സ്ക്രോപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ തമ്മിൽ റീഫ്രഷ് ചെയ്യാത്തുണ്ട്. ഇപ്പോൾ തമ്മിൽ ഞാൻ റീഫ്രഷ് ചെയ്തു. സോ ക്രോപ്പായ ഫോട്ടോ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ക്സ്കേപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഡയലോഗ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്തു. യെസ്, അത് പെർഫെക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് ട്രേസ് ചെയ്ത ബിറ്റ് മാപ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ട്രേസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കാണിക്കും എത്രത്തോളം ട്രേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് പാർട്ടാണ് നമുക്ക് ട്രേസ് ആയിട്ടുള്ളത്. ഇവിടെ കണ്ടോ നിങ്ങളൊരു ബ്ലാക്ക് സ്പോട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് ട്രേസിങ് ഒന്നുകൂടി പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ത്രഷോൾഡ് ഒന്ന് കൂട്ടി കൊടുത്ത് നോക്കാം. ത്രഷോൾഡ് കൂട്ടുമ്പോൾ ഓക്കെ, ഞാൻ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് കുറച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആ വൈറ്റ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി കിട്ടണം. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക മെയിൻ ഫങ്ഷൻ. ഇത് ക്ലിയർ ആയി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതിയോളം സക്സസ് ആയി. അപ്പോൾ നമ്മൾ CNC ആദ്യം ഉണ്ടായിരുന്ന ഫോട്ടോ നമ്മൾ ഗൂഗിൾ ലെൻസ് വെച്ച് എടുത്തിട്ട് ആ ഫോട്ടോനെ നമ്മൾ സെർച്ച് ചെയ്ത് നല്ലൊരു ഫ്രണ്ട് ഫേസിങ് ഫോട്ടോ കിട്ടിയപ്പോൾ നമ്മൾ അതാണ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടോ, ആ ഇഷ്യൂ നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ചെറിയ എഡിറ്റ് ചെയ്ത് തന്നെ നമ്മളെ ആ ഒരു ഇഷ്യൂ ഒക്കെ സോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ സോൾവ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ക്സ്കേപ്പിലേക്ക് നമുക്ക് ആ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം നമ്മൾ ആ ബിറ്റ് മാപ്പ്, അതായത് പാത്തിൽ വന്നു കഴിഞ്ഞാൽ ട്രേസ് ബിറ്റ് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വരും. ഇതിൽ നമ്മൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിനെ ത്രഷോൾഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അത്യാവശ്യം കറക്റ്റ് ഒരു വൈറ്റ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വന്നിട്ടുണ്ട്. ഇതിന് ലൈവ് അപ്ഡേറ്റ് എന്നുള്ളത് ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ബിറ്റ് മാപ്പ് ത്രഷോൾഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് അറിയാൻ കഴിയില്ല. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം എന്താ പറയുക ഡിസൈൻ ഇങ്ങോട്ട് വരുന്നിട്ടുണ്ട്. ആ ട്രേസ് ചെയ്ത സംഭവം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ട്രേസ് ചെയ്ത പിക്ചർ ഇതാണ് സംഭവം. അത് നമുക്ക് ഈ വൈറ്റ് പാർട്ടാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ബ്ലാക്കാണ്. ഇതെന്നായിട്ടുള്ളത് ബ്ലാക്കാണ് നമ്മുടെ മെയിൻ ഫയലായിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്കിത് ഇൻവെർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻവെർട്ട് കൊടുക്കാം. ഇൻവെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് കണ്ടോ, ബ്ലാക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. അതിൽ നമുക്ക് ബ്ലാക്കിൽ നമുക്ക് സൂം ചെയ്ത് നോക്കാൻ കഴിയില്ല. സോ ഇവിടെ ചെറിയൊരു ഇഷ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ത്രഷോൾഡ് ഒന്നും കൂടി ഒന്ന് കുറച്ച് നോക്കി. ഓക്കെ, ത്രഷോൾഡ് ഒന്ന് കുറച്ച് നോക്കി. അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടണം. മാക്സിമം ക്ലീൻ ആക്കാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ ചെറിയ ഇഷ്യൂ കാണുന്നുണ്ട്. സോ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് എന്തായാലും നന്നാക്കണതിൽ. നമ്മൾ ആ ത്രഷോൾഡ് മെയിൻ ആക്കി കണ്ടിട്ട് നമുക്ക് ഇത്രയും മതി. ഓക്കെ നമുക്ക് ബ്ലാക്ക് ക്ലിയർ ആയി കിട്ടാൻ ലിമിറ്റ് ഉണ്ട്. എനിവേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്ലൈ കൊടുത്തു. അപ്പോൾ നമുക്ക് പുതിയ ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. കണ്ടോ, ഇത് ഈ ഷേപ്പ്, ഇതാണല്ലോ നമ്മൾ CNC. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇങ്ക്സ്കേപ്പിൽ തന്നെ ഫയലിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഒരു എക്സ്പോർട്ട് എന്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം, സെലക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി ചെയ്യുന്നില്ല. ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന് സെലക്ഷൻ എന്നുള്ള പാർട്ടിലായിരിക്കണം. പിന്നെ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ എക്സ്പോർട്ട് സെലക്ഷൻ ഓൺലി കൂടി ക്ലിക്ക് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്തത് മാത്രമേ എക്സ്പോർട്ട് ആവുള്ളൂ. ഇതിൽ PNG ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ PNG മാറ്റിയിട്ട് നമുക്ക് അവൈലബിൾ ആയ മറ്റുള്ള ഇതെല്ലാം നോക്കാം. ഇതിൽ SVG ഉണ്ട്. SVG നമുക്ക് ഓക്കെ ആണ്. അപ്പോൾ ഞാൻ SVG ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കാം. അതല്ലാണ്ട് നമുക്ക് DXF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ബ്ലെൻഡറിൽ നമുക്ക് XVG സപ്പോർട്ടാണ്. സോ ഞാനിവിടെ XVG എക്സ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ സ്കെച്ചപ്പിലേക്കാണെങ്കിൽ SVG പോസിബിൾ ആണോ എന്നുള്ള ഡൗട്ടാണ്. സോ DXF ആയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. സോ ഞാൻ നമ്മൾ ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഇതെല്ലാം കളയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് ഇവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ട് ഈ ഫയൽ മൊത്തം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ട് ഫയലിൽ സേവേഴ്സ് ആണ് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് അല്ല. സേവേഴ്സ് ചെയ്യുമ്പോൾ സേവേഴ്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇങ്ക്സ്കേപ്പിൻ്റെ ഫോർമാറ്റിൽ സേവ് ചെയ്യാം, അതായത് SVG അല്ലെങ്കിൽ പ്ലെയിൻ SVG സേവ് ചെയ്യാം. അതിന് പുറമെ ഞാൻ യൂട്യൂബിൻ്റെ ഫോട്ടോയിൽ തന്നെ ഓപ്പൺ ചെയ്യാണ്. അതിന് പുറമെ നമുക്ക് ഇവിടെ DXF വരും, കാണാൻ കഴിയും. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് DXF ഇവിടെ കാണാൻ കഴിയും. ഡെസ്ക്ടോപ്പ് കട്ടിംഗ് പ്ലോട്ടർ. ഓക്കെ, ഇതിൽ ഏത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഇതിൽ 12 ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ,
എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് എവിടെ നമ്മൾ ഇതിലേക്ക്. അപ്പോൾ ഡ്രോയിങ് എന്നുള്ളത് വേണമെങ്കിൽ CNC എന്നിട്ട് കൊടുക്കാം. CNC. ഓക്കെ, സേവ്. ഓക്കെ, അപ്പോൾ ഇത് സേവ് ആയി കഴിഞ്ഞാൽ, വൺസ് ഇത് സേവ് ആയി കഴിഞ്ഞാൽ ഇതാ CNC.dxf പറഞ്ഞിട്ട് ഈ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ബ്ലെൻഡറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലെൻഡർ ഓപ്പൺ ചെയ്യാൻ 4.3 ആണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ബ്ലെൻഡർ 4.32. സോ അത് എൻ്റെ ഒരു സ്റ്റൈലിലായിരിക്കും ബ്ലെൻഡർ ഇപ്പോൾ ഉണ്ടാവുക. അതായത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത ഒരു ഇൻ്റർഫേസ് ആണ്. നിങ്ങളാണെങ്കിലും നോർമൽ ഇൻ്റർഫേസ് ആണെങ്കിലും ഏകദേശം ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഇവിടെ ചിലപ്പോൾ ഒരു ക്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ശേഷം വ്യൂ പോർട്ട് ക്ലീൻ ആയ ശേഷം, എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫയലിൽ വരിക. ഫയലിൽ വന്നിട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇതിൽ DXF ഉണ്ട്. DXFൽ നമ്മൾ ഈ ഡൗൺലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡർ കാണാം, യൂട്യൂബ് എന്നുള്ളതാണ് പേര് കൊടുത്തിരുന്നത്. ഞാൻ അത് തന്നെ ക്ലിക്ക് ചെയ്യാണ്. ഇതിലിപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ടെക്സ്റ്റും ഇമ്പോർട്ട് ലൈറ്റും വേണ്ട. പിന്നെ സ്കെയിൽ ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനില്ല. സ്കെയിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ജസ്റ്റ് ഫോട്ടോയിൽ നമ്മൾ ട്രൈ ചെയ്താണല്ലോ. സോ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കാം. ഇമ്പോർട്ട് കൊടുത്തു. സോ ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫയല് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫയല് ലോഡ് ചെയ്ത് കാണാൻ കഴിയും. ഒരു കർവ് ഫയലാണ്. സോ എനിക്കിതെൻ്റെ ഇവിടെ എവിടെയും കാണുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂം എക്സ്റ്റെൻഡ് യൂസ് ചെയ്യാം. സൂം എക്സ്റ്റെൻഡ് ബ്ലെൻഡറിൽ ഹോം ബട്ടൺ ആണ്, HOME, ഹോം ബട്ടൺ. അതായത് നമ്മൾ ഡിലീറ്റ് ബട്ടൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഹോം ബട്ടൺ അറിയാവുന്നുണ്ടാവും. ഹോം ബട്ടൺ, ആ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മൊത്തം സൂം എക്സ്റ്റെൻഡ് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു എന്താ പറയുക, ഔട്ട്ലൈനറിൽ നമ്മൾ ഓൾറെഡി സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇത് സെലക്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഡോട്ട് ക്ലിക്ക് ചെയ്താലും മതി. ഡോട്ട് പക്ഷേ സൂം സെലക്ഷൻ ആണ്. നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് അതിലേക്ക് ചെല്ലുന്നത്, സൂം സെലക്ഷൻ. അത് സൂം സെലക്ട് ആയിപ്പോൾ നമ്മൾ ഫയലിലേക്ക് നമ്മൾ സൂം ഇൻ ആയി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരു ലൈൻസ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് ക്ലീൻ ആണ്. പിന്നെ നമ്മൾ CNC അത്രയും പെർഫെക്റ്റ് അല്ല. നമ്മൾ അവിടെ ഈ ഇങ്ക്സ്കേപ്പിൽ നമ്മൾ കൊടുക്കുന്ന ത്രഷോൾഡ് അനുസരിച്ചും അതുപോലെ മറ്റ് സെറ്റിങ്സ് അനുസരിച്ചാണ്. ഇപ്പോൾ അതിൽ നമുക്ക് സ്മൂത്ത് ചെയ്യാൻ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ബിറ്റ് മാപ്പിൽ കണ്ട നിങ്ങൾ സ്മൂത്ത് കോർണേഴ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സോ എന്നെ സംബന്ധിച്ച് അത്രയും ഡീറ്റെയിലിങ് ഞാൻ നോക്കുന്നില്ല. തൽക്കാലം നമ്മൾ എക്സ്പോർട്ട് ചെയ്താണ്. സോ അതിന് വേണ്ടിയിട്ട് ഇത്ര അത്യാവശ്യം ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ 3Dയിലേക്ക് എന്താ പറയുക, ബാക്കി കിടക്കാം. സോ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എഡിറ്റ് മോഡിലേക്ക് പോകണം. സോ അതിൻ്റെ മുന്നേ ഇതിപ്പോൾ കർവിലാണ്. സോ കർവ് നമ്മൾ മെഷ് ആക്കി മാറ്റണം. സോ കർവ് എന്നുള്ളത് ഇതവിടെ കർവിൻ്റെ ഐക്കാണ് കാണുന്നത്. ഇത് കർവിൻ്റെ ഐക്കാണ്. സോ കർവുള്ളത് നമുക്ക് മെഷ് ആക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു മെഷ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കാണാം. കൺവേർട്ട് ടു മെഷ് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതേ സെയിം ഓപ്ഷൻ കാണാം, കൺവേർട്ട് ടു മെഷ്. ആ മെഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം കൺവേർട്ടായിട്ട് മെഷ് ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു കർവിൻ്റെ ഒരു ഐക്കണായിരുന്നു ഇവിടെ ഉള്ളത്. അത് മാറിപ്പോൾ ഒരു മെഷിൻ്റെ ഐക്കണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എഡിറ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ എഡിറ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, എഡിറ്റ് മോഡ് നിങ്ങൾ ടാബ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് മോഡിലേക്ക് വരാം. അതുപോലെ തിരിച്ച് ഒബ്ജക്റ്റ് മോഡിലേക്കും ടാബ് ക്ലിക്ക് ചെയ്താൽ വരാൻ കഴിയും. പക്ഷെ അതല്ലാണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മെഷ് ആക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് എഡിറ്റ് മോഡിലേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വെർട്ടക്സും ഓരോ ലൈനും സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന് മുന്നേ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ എല്ലാ വെർട്ടക്സും എല്ലാ എഡ്ജസും എല്ലാം സെലക്ട് ചെയ്യും. സോ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ മെഷിൽ വന്നു കഴിഞ്ഞാൽ മെർജ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ടാവും. മെർജിൽ ബൈ ഡിസ്റ്റൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ഷോർട്ട് കട്ട് ഷിഫ്റ്റ് കൺട്രോൾ M ആണ്. എനിവേ നമ്മൾ ബൈ ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാം 254 254 വെർട്ടിക്കിൾസ് വെർട്ടെക്സ് എന്താ പറയുക മെർജ് ആയിട്ടുണ്ട്. സോ അതൊരു ക്ലീനിങ് പ്രോസസ്സാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ ആദ്യം ഈ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഡോട്ട് ഉണ്ടല്ലോ, ഇവിടെ അനാവശ്യമായിട്ട് കാണുന്ന ഈ ഒരു ഫേസ്, അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ വെർട്ടിക്സ് കൊടുക്കാം. സെയിം ഇവിടെ ഇതുപോലെ ഒന്ന് കാണാനുണ്ട്, അത് നമ്മളിതുപോലെ കളയാണ്. ഇങ്ങനെ കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ ജസ്റ്റ് വേറൊരു കാര്യം കൂടി ചെയ്യാണ്. നമ്മുടെ ഇവിടെ വെർട്ടക്സിൽ നിന്ന് ഇതിലേക്ക് വന്നു, എഡ്ജിലേക്ക് വന്നു. എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ലിമിറ്റഡ് ഡിസോൾവ് പറഞ്ഞ സംഭവമുണ്ട്. അത് എനിക്കൊന്ന് മെഷിൽ തന്നെ ക്ലീനപ്പിൽ ലിമിറ്റഡ് ഡിസോൾവ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് മറ്റൊരു ക്ലീനപ്പാണ്. ഞാൻ നേരത്തെ ഇപ്പോൾ
മെർജ് ചെയ്ത പോലെ തന്നെ ലിമിറ്റ് ഡിസോൾവ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്ലീനിങ്ങിൽ. അപ്പോൾ ലിമിറ്റ് ഡിസോൾവ് എടുത്തു. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഇവിടെ വലിയ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. സോ ഇനി അധികം ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഓരോന്നും ഫേസ് സെറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ഇത്രയും സെലക്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് F ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് F ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ കിട്ടിയിട്ടില്ല. എനിവേ ഞാൻ ഇവിടെ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കട്ടെ. ഈ ആണ് എക്സ്ട്രൂഡ് ചെയ്യാനുള്ളത്. ഈ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് മുകളിലേക്ക് നോക്കി കണ്ടോ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു സംഭവം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സോ നമ്മളൊരു തിക്നെസ് കൊടുക്കായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ്ട്രൂഡ് റീജിയൻ നമ്മൾ ലാസ്റ്റ് ചെയ്ത അതിൻ്റെ എക്സ്ട്രൂഡിൻ്റെ ഡയമെൻഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ആക്ച്വലി നമ്മൾ ഇതിൻ്റെ സൈസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ നേരെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് വേണ്ട ഒരു സൈസിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഏകദേശം നമുക്ക് അറിയുന്ന ഒരു സൈസിലേക്ക് കൊണ്ടുപോകാണ് ബെറ്റർ. സോ ഇപ്പോഴും ചെയ്യാം, അതല്ലെങ്കിൽ ആദ്യം ചെയ്യായിരുന്നു. എനിവേ ഞാൻ ഇപ്പോൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് മോഡിൽ തന്നെയാണ്. എഡിറ്റ് മോഡിൽ നിന്ന് ഒബ്ജക്റ്റ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഞാൻ സ്കെയിൽ ചെയ്യാണ്. അപ്പോൾ എസ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഇത്രയും ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ നിർബന്ധമുള്ളതല്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡയമെൻഷൻ അത്യാവശ്യമാണെങ്കിൽ മാത്രം സ്കെയിൽ ചെയ്താൽ മതി. ഇനി ഞാൻ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ സ്കെയിൽ ചെയ്താലും റൊട്ടേറ്റ് ചെയ്താലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം, സ്കെയിലും റൊട്ടേഷനും. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എഡിറ്റ് മോഡിലേക്ക് വന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ഒരു ഫേസ് എക്സ്ട്രൂഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു ഡയമെൻഷനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഭയങ്കര വലിയ ഡയമെൻഷനാണ്. സോ ഇപ്പോഴും നമ്മൾ സ്കെയില് വലുതാണ്. എനിവേ ഞാനത് ഇതിൻ്റെ പകുതി എന്ന രീതിയിൽ ബൈ 2 ക്ലിക്ക് ചെയ്യാണ്. ബൈ 2 ക്ലിക്ക് ചെയ്തു. ഓക്കെ, ബൈ 2 നമ്പർ പാഡ് ഓഫ് ആയിരുന്നു. സോ ബൈ 2. ഓക്കെ, ഇപ്പോൾ നമുക്ക് 50 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും വേണ്ട ആക്ച്വലി, അല്ലേ? ഇത്രയും വേണ്ട ആവശ്യമില്ല. സോ വീണ്ടും എഡിറ്റ് മോഡിലേക്ക് വന്ന് നമ്മളെ കാഴ്ചക്ക് ഒരു തിക്നെസ് ഉള്ള രീതിയിൽ ഇത്രയേ കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ഇഷ്യൂ ഇടക്കിടക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നത്. എനിവേ എനിക്കത് കാണുന്നില്ല ഓക്കെ, അത് ഓക്കെ ഇരിക്കട്ടെ. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഞാനീ പറഞ്ഞല്ലേ, ഇത് താഴെ വരുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ആ പാർട്ട് വരുന്നത്. അപ്പം നമ്മളിവിടെ എഡിറ്റ് മോഡ് ഞാൻ താഴത്തേക്ക് ആ ഫേസ് കൊണ്ടുപോയി. എന്നിട്ട് നമുക്ക് ഓരോ ഫേസ് സെലക്ട് ചെയ്യാൻ പറ്റും, ഉണ്ടാവും. സോ നമുക്ക് താഴെ കണ്ട ഫേസ് ആദ്യം L ക്ലിക്ക് ചെയ്തിട്ട് ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് H ക്ലിക്ക് ചെയ്യാം, ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഈ ഒരു സംഗതി കിട്ടിയിട്ടുണ്ട്, ഇത് മാത്രം കിട്ടിയിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് A ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് A ക്ലിക്ക് ചെയ്തിട്ട് ഇത് മാത്രം ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യണം. നമ്മളിതിനൊരു ചെറിയ ഒരു തിക്നെസ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ഇത്രയും കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അതിനുമുന്നേ നമ്മൾ ആൾട്ട് ടച്ച് ക്ലിക്ക് ചെയ്യണം. എന്നാലും നമുക്കിത് അൺഹൈഡ് ചെയ്ത സാധനം തിരിച്ചു വരും. ഹൈഡ് ചെയ്ത സാധനം അൺഹൈഡ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇത് മാത്രം താഴെ കൊണ്ടുപോയിന്ന്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ വേറെ പീസാക്കി മാറ്റിയാണ്. P ക്ലിക്ക് ചെയ്യാം, സെലക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റാണ്, ഈ ഒരു പ്ലെയിനും ഈ ഒരു സംഭവം. ഇതിൻ്റെ രണ്ടിൻ്റെ എന്ത് ചെയ്യാം, എനിക്കൊന്ന് അതൊന്ന് ഓഫ് ചെയ്യാം. ക്വയറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇത് 2 പീസാണെങ്കിലും ഇതിന് ഞാൻ ബൂളൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ മോഡിഫയറിൽ വന്നിട്ട് ജനറേറ്റിലെ ബൂളൻ കാണാം. ബൂളൻ ക്ലിക്ക് ചെയ്യുന്നു. എന്താണ് ബൂളൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഒന്ന് ടൈം എടുക്കും, ചെറിയൊരു ടൈം എടുക്കും. ഫാസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബൂളൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ബൂളൻ ചെയ്ത സംഭവം അപ്ലൈ ആക്കിയില്ല. സോ അതൊന്ന് അപ്ലൈ ആക്കുകയാണ്. അതിനിവിടെ അപ്ലൈ ഓൾ, ഇത് നിങ്ങളെ ചിലപ്പോൾ കണ്ടെന്നില്ല, ഇത് നമ്മളെ ആഡ് ഓൺ ആണ്. എനിവേ കൺട്രോൾ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ഉണ്ടാവും, അപ്ലൈ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്കിത് എന്താണെന്ന് പറയാം ബോളനായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒറിജിൻ ഇവിടെ സൈഡിലാണ് കിടക്കുന്നത്. സോ ആ ഒറിജിൻ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒബ്ജക്റ്റിൽ സെറ്റ് ഒറിജിൻ ജിയോമെട്രി, അതായത് ജിയോമെട്രി ടു ഒറിജിൻ ടു ജിയോമെട്രി, അതല്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഞാൻ ഇവിടെ ജിയോമെട്രി എടുത്തു. സോ ഒറിജിൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. വാട്ടെവർ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഐറ്റം ഇവിടെ റെഡിയാണ്. സോ നമ്മൾ ചെയ്തത് DXF ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ സ്കെച്ചപ്പിലും ചെയ്യാം. സോ സ്കെച്ചപ്പിൽ ഞാനിത് ആദ്യം ഇതിന് മുന്നേ സേവ് ചെയ്യാം. സേവ് കൊടുക്കുന്നു. നമ്മൾ യൂട്യൂബിലേക്ക് സേവ് CNC ഡിസൈൻ. ഓക്കെ, അത് സേവ് ചെയ്തു. ഇനി നമ്മളൊരു ഏതെങ്കിലും ഒരു സ്കെച്ചപ്പ് ആണെങ്കിൽ സ്കെച്ചപ്പിലേക്ക് നമുക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ സ്കെച്ചപ്പ് 21 ആക്കാം. ഞാൻ സ്കെച്ചപ്പ് 21 നമ്മളത് ഓപ്പൺ ചെയ്യാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബ്ലെൻഡർ അറിയാമെങ്കിൽ നിങ്ങൾ ബ്ലെൻഡറിൽ തന്നെ ഇത് ചെയ്തിട്ട് സ്കെച്ചപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്താൽ മതി. സോ ഞാനിവിടെ സെന്റിമീറ്റർ ചൂസ് ചെയ്യാണ്. ഏകദേശം 21 മിനിറ്റായി. അപ്പോൾ ആക്ച്വലി ഇതൊരു 10 മിനിറ്റ്സിൻ്റെ വർക്കേ ഉള്ളൂ. എനിവേ നമ്മളിവിടെ ഫയൽ വരുന്നു. ഫയൽ ഓക്കെ, ഇതൊക്കെ നമ്മളെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ ഫയൽ വന്നിട്ട് ഇമ്പോർട്ട് എടുക്കുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, DXF യൂട്യൂബിൽ ഞാൻ നേരത്തെ സേവ് ചെയ്ത സംഭവം ഇമ്പോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ DXF ഓൾ സപ്പോർട്ടഡ് ഫയൽ കൊടുക്കാം. അതിൽ CNC പറഞ്ഞ് ഞാൻ നേരത്തെ ചെയ്ത CNC. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ആവും. ഞാൻ പറഞ്ഞു ഇത് സൈസ് വളരെ കൂടുതലായിരിക്കും. എനിവേ അപ്പോൾ നമ്മൾ ഈ ഒരു ലേഡി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ CNC ഇത്രയും സൈസ് വരുന്നുണ്ട്. സോ ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ ഇനി നിങ്ങൾ ബാക്കി നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഈ ലൈന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അത്ര ഈസി അല്ലാന്ന് മനസ്സിലായി. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ നിന്ന് ലൈന് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് ഫേസ് കണക്ട് ചെയ്ത് നോക്കും. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്നെന്ന് കരുതുന്നു. ഏകദേശം സ്കെച്ചപ്പിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഫേസ് ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ വേ ഞാൻ പറയുമ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ്. സോ റെക്റ്റാങ്കിൾ ഈ ഒരു കോർണറിൽ നിന്ന് ഈ കോർണർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലൈനൊക്കെ മിസ്സിങ് ആവും. ദാറ്റ്സ് ദ തിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ സ്കെച്ചപ്പിൽ എങ്ങനെ ബാക്കി കാര്യം ചെയ്യാന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഫേസ് ആയിട്ട് കിട്ടും. സോ അല്പം ടാസ്കുള്ള കാര്യം തന്നെയാണ് ഇത് മൊത്തം ചെയ്തെടുക്കുക പറഞ്ഞാൽ. ഇനി ഇങ്ങനത്തെ കേസിൽ ചിലപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എക്സ്ട്രാ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനുള്ളിൽ ലൈൻ ഇട്ടാൽ മതി. ജസ്റ്റ് ലൈൻ ഒന്ന് വരക്കുക, ഇവിടെയോ ജസ്റ്റ് ലൈൻ വരക്കുക. ഇങ്ങനെയാണെങ്കിൽ ഒന്നും ബെറ്റർ എന്ന് തോന്നുന്നു. ഇത് അല്പം ടൈം എടുക്കുന്ന കാര്യമാണ്. സോ ഞാൻ സ്കെച്ചപ്പിൽ ചെയ്യൽ പൊതുവെ കുറവാണ്. നമ്മൾ ബ്ലെൻഡർ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ബ്ലെൻഡറിൽ സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ സ്കെച്ചപ്പിലേക്ക് വരേണ്ട ആവശ്യമില്ല. സോ ഇതുപോലെ നിങ്ങൾ ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് ഫൈനൽ എന്ത് ചെയ്യാം, ഈ മോഡലിൻ്റെ ഇതുപോലെ നമുക്ക് അത് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ അത് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് ഒരു മെത്തേഡും കൂടി ഉണ്ട്, അത് AI വെച്ചിട്ടുള്ളതാണ്. സോ AI നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് ആ ലിങ്ക് താഴെ മെൻഷൻ ചെയ്യേണ്ട അത് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യലാണ്. സോ അതിലേക്ക് നമ്മൾ പോകാം. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മൈക്രോസോഫ്റ്റ് ട്രയൽ എന്നടിക്കുകയാണ്. അതായത് ഗൂഗിളിൽ വന്നിട്ട് പുതിയൊരു ഗൂഗിൾ എടുക്കുക. ഇതാണ് സൈറ്റ് ട്രയലിസ്. നിങ്ങൾക്ക് ഈ സൈറ്റ് വേണമെങ്കിൽ ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. സോ ആ ഒരു സൈറ്റിലേക്ക് കയറാം. ഇത് നമുക്ക് ഒത്തിരി അനവധി കുറേ AI സൈറ്റ് തരുന്ന ഒരു സൈറ്റാണിത്. അതായത് ഇത് ജസ്റ്റ് ഇതിന് വേണ്ടി മാത്രമല്ല. ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം AI കുറേ കാര്യങ്ങൾ ടൂൾസ് കാണാൻ കഴിയും. സോ എന്നാലും നിങ്ങൾക്ക് മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. സോ അതിൽ വൺ ഓഫ് ബെസ്റ്റ് 3D ഇമേജ് ടു 3D ചെയ്യുന്ന ഒരു സൈറ്റാണിത്. സോ നമുക്ക് ഇവിടെ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ 2G, യെസ്, ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊണ്ടുവന്ന് നോക്കാം. സോ നമ്മൾ ചെയ്ത മാനുവൽ അല്ലാണ്ട് നമ്മൾ AI വെച്ച് ചെയ്ത് നോക്കുകയാണ്.
അപ്പോൾ അതിലേക്ക് കൃത്യം ലോഡ് ആവുകയാണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞു ചില സമയത്ത് ചില ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സംഗതി ഇവിടെ ഓൾമോസ്റ്റ് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേറൊന്നും ചെയ്യാനില്ല. ഇതിൽ നമുക്ക് സെറ്റിങ്സ് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പൊതുവെ ഇങ്ങനെ വരുന്ന കേസിൽ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ലോഡിങ് വരും. 3D അസറ്റ്സ് ലോഡിങ്ങിലാണ്. 3D അസറ്റ്സ് ലോഡിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മോഡൽ ഇവിടെ കാണാൻ കഴിയും. സോ ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, യെസ്, ദർ ഇസ് എ ഇഷ്യൂ. സോ നിങ്ങൾ കണ്ടോ, നമുക്ക് സംഭവം മോഡൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ അനലൈസ് ചെയ്ത് ഒന്ന് അല്പം തെറ്റിപ്പോയിട്ടുണ്ട്. പാട്ട് പറഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ജാളിയല്ല വേറെ എന്തെങ്കിലും ഫർണിച്ചർ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ഒന്നും വേണ്ട, ഒരു നോർമലായിട്ട് കിട്ടിയാൽ മതിയെങ്കിൽ നല്ല അതുപോലെ ഔട്ട് കിട്ടും. ഞാൻ വേറെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. എനിവേ നമ്മളിത് സംസാരിച്ച് തുടങ്ങിയ സ്ഥിതിക്ക് വേറെ നമുക്ക് ഈ ഒരു ഫോട്ടോ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അവർ അയച്ചുതന്ന ഫോട്ടോ ആണ്. ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കി നോക്കാം. സെയിം CNC ജസ്റ്റ് ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഒരുപക്ഷെ ഇതിലും പെർഫെക്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഷേപ്പ് അറിയാൻ പറ്റുന്നുണ്ട്. മറ്റേത് ജസ്റ്റ് പ്ലെയിൻ ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ഒരുപക്ഷെ AIക്ക് മനസ്സിലായി കാണില്ല അതെന്താണെന്നുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു ജാളി, ഒരു പ്ലെയിൻ ബോർഡാണെന്നുള്ളത് ഏകദേശം മനസ്സിലാവും എന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പം മനസ്സിലായെങ്കിലും അത് മറ്റൊരു രീതിക്കാണ് മനസ്സിലാക്കിയുള്ളത്. സോ ഇതും ഒരു പെർഫെക്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാനില്ല. സോ ഞാൻ വേറൊരു ഫോട്ടോ നോക്കട്ടെ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ലിമിറ്റ് ഉണ്ട് ഇതിന്. ഞാനിവിടെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ ലിമിറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ല. എനിവേ പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫർണിച്ചർ, ഇത് ഞാൻ തന്നെ മാനുവലി ചെയ്തൊരു മോഡലാണ്. 3D ഒരു ചെയറാണ്, സ്കെച്ചബിൾ ചെയ്താണ്. സോ ഇതും ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ട്. അതായത് ഇവിടെ തന്നെ നമുക്ക് ഇഷ്യൂ മനസ്സിലാവുന്നുണ്ട്. കംപ്ലീറ്റ്ലി അത് വന്നിട്ടില്ല. സോ ഒന്നുകൂടി ട്രൈ ചെയ്തേക്കാം. വേറെ എന്തെങ്കിലും സിംഗിൾ ആയിട്ടുള്ള മോഡലാണ് ഏറ്റവും ബെസ്റ്റ്. സോ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഹാൻഡിൽ കണ്ടിരുന്നു, അതല്ലെങ്കിൽ ബെഡ് കോട്ട്. ഇത് മിക്കവാറും കറക്റ്റായിട്ട് വരും. ബെഡ് കോട്ട് വളരെ സിംഗിൾ ആയിട്ടാണല്ലോ, വളരെ സിമ്പിൾ ഡിസൈനുമാണ്. ജനറേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഗുഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് GLB കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബ്ലെൻഡറിൽ തന്നെ അത് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എക്സ്ട്രാക്ട് കൊടുക്കുകയാണ്. ഒരുപക്ഷെ സ്കെച്ചബിൾ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും GLB ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഉണ്ടാവും. ഓൾ സപ്പോർട്ടറിൽ GLB 3ds. ഓക്കെ, ഈ ഒരു വെർഷനിൽ കാണുന്നില്ല. 21-ലില്ല. മേ ബി 22, 23, 24 ഈ ഒരു GLB ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവാം. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡറിൽ ഓപ്പൺ ചെയ്തിട്ട് ബ്ലെൻഡറിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഏതായാലും ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ നോക്കി നോക്കട്ടെ. ഐ തിങ്ക് ഇറ്റ്സ് ഡൗൺലോഡഡ് റൈറ്റ് നൗ. നോ, ഡൗൺലോഡ് ആയിട്ടില്ല. ഓക്കെ, നമ്മൾ എക്സ്ട്രാക്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഡൗൺലോഡ് വേറെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലെൻഡറിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യാം. സോ നമ്മളിപ്പോൾ ജാളി ചെയ്തു. ഇനി അത് ഞാനൊന്നും അങ്ങോട്ടും നീക്കി വെക്കുകയാണ്. ഇനി നമുക്ക് ഇമ്പോർട്ട് GLB ഫോർമാറ്റ് ഉണ്ട്. ഇതിലാണ് GLB വരുന്നത്. അപ്പോൾ GLB കൊടുക്കുന്നു, ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഐ തിങ്ക് ദിസ് വൺ ആണ്, ഇതാണെന്നാണ് വിചാരിക്കുന്നു. സാമ്പിൾ 1 ഇമ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡോട്ട് ക്ലിക്ക് ചെയ്തോട്ടെ. യെസ്, ഉണ്ടോ? ഇപ്പോൾ ഇതിന് സൈസൊക്കെ മാറിയിട്ടാണ്, സ്കെയിലൊക്കെ മാറിയിട്ടാണ്. പക്ഷെ നമ്മൾ ചെയ്ത ഇതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇതിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അത് കൊടുത്ത സമയത്ത്, ജനറേറ്റ് സമയത്ത് ഇതിന് മുകളിലൊരു ഡയമെൻഷൻ ഉണ്ടായിരുന്നു. ആ ഡയമെൻഷനാണ് ഈ കാണുന്നത്. സോ AI ആവേണ്ട ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ക്വാളിറ്റിയിലെ കാര്യത്തിലായാലും എങ്ങനെയൊക്കെയാണ്. അതായത് നമുക്ക് ജസ്റ്റ് ആ മോഡൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് ബ്ലെൻഡർ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ ഇങ്ങനെ
എല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളൊരു വ്യൂവിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എക്സ്, കാരണം നമുക്ക് എക്സൽ മോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴേ കൃത്യമായിട്ട് എല്ലാ പാർട്ടും കിട്ടുള്ളൂ. ഡിലീറ്റ് കൊടുക്കുക, അത്രയുള്ള ആ ഒരു സംഭവം. സോ ഇതാണ് നമുക്ക് എ വെച്ചിട്ട് ഒരു ഫർണിച്ചർ ചെയ്യുന്ന ഒരു മെത്തേഡ്. സോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടെന്ന് കരുതുന്നു. സോ മാനുവലി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ജാലിയൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് അതുപോലെ ചെയ്യാൻ പറ്റും. മാനുവലി അല്ല, എ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ചില ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യണം. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോഡൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് എ വെച്ചിട്ടാണ് മോഡൽ വെച്ച്, അതുപോലെ മാനുവൽ ആണെങ്കിലും പ്രത്യേകിച്ച് CNC ഡിസൈൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചത്. ഇത് നമ്മൾ ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയറും കൂടി യൂസ് ചെയ്തിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ, ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് വരുന്ന മാപ്പിംഗ് നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ DXF ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലെൻഡറിലേക്ക് കൊണ്ടുവന്നത്. ആ രീതിയിൽ ചെയ്യാം. എനിവേ നിങ്ങൾക്ക് നിങ്ങളെ IQ ലോജിക് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൽ വരുത്താം. എനിവേ ഗൈസ്, ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് ഞാൻ കരുതുന്നു. ചെറിയൊരു വീഡിയോ ആണ്. സോ നമ്മളെ മറ്റുള്ള വീഡിയോസ് ഉടനെ വരും. സോ ഇത് നിങ്ങൾ തൽക്കാലം ഒന്ന് അറിഞ്ഞിരിക്കുക. എനിക്ക് അങ്ങനെ പേഴ്സണൽ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ എൻ്റെ മെത്തേഡ് ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.